പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷനിൽ നിന്ന് ജോഷിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അങ്ങനെ ആയിരിക്കാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല് തന്നെ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ അടുത്ത നാളുകളിൽ ഹൃദയത്തെ തരളിതമാക്കിയ, ഒത്തിരി സന്തോഷം തോന്നിയ, ശരിക്കും പറഞ്ഞാൽ കണ്ണുനീരണിഞ്ഞ രണ്ട് നല്ല അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാനിപ്പോൾ നിങ്ങളുടെ കൂടെ ഉള്ളത്. പ്രിയമുള്ളവരെ, ഞാനിത് പറയുമ്പോൾ നമുക്ക് നന്മ ചെയ്യണമെന്നുള്ള നമ്മുടെ ഉള്ളിലെ ആഗ്രഹം അതിനൊരു പ്രോത്സാഹനമാകും. തീർച്ചയായിട്ടും മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ അത് കണ്ടറിഞ്ഞ് അവരെ സഹായിക്കുക എന്നുള്ള ആ ഒരു നമ്മുടെ ഉള്ളിലെ ആഗ്രഹം, ആ ആഗ്രഹം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അനവധ്യമായ ആത്മസുഖം, അതിനൊക്കെ തീർച്ചയായിട്ടും ഈ രണ്ട് അനുഭവങ്ങളും നമ്മെ സഹായിക്കും. നമുക്കറിയാം, മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷനിലുള്ള എല്ലാ കുഞ്ഞുങ്ങളും ദൈവം തന്ന വലിയ ദാനം, അവരിലൊക്കെ ഉള്ള അപാരമായ കഴിവുകൾ, അവരിലൊക്കെ ഉള്ള അപാരമായ സാധ്യതകൾ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിലൊക്കെ ഒത്തിരി അധികമാണ്. ഏതെല്ലാം രീതിയിൽ അവർ നിരാലംബപ്പെട്ടു പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ തിരസ്കരിക്കപ്പെട്ടുവോ, പാർശ്വവൽക്കരിക്കപ്പെട്ടുവോ, അവിടെ നിന്നൊക്കെ അവരൊന്നും മനസ്സുകൊണ്ട് വിചാരിച്ചാൽ, ഞങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത മേഖലകളില്ല എന്നും മനസ്സുകൊണ്ട് അവരൊന്ന് അംഗീകരിച്ചാൽ, പിന്നെ അവർ പറക്കൽ തീർച്ചയായിട്ടും അവർക്ക് എത്താൻ പറ്റുന്നിടത്തേക്കുള്ള ഒരു പ്രയാണമാണ്. ഇപ്പോൾ മ്യൂസിക്കലി ടാലൻ്റ് ആയിട്ടുള്ള ഒത്തിരി കുഞ്ഞുങ്ങൾ നമുക്കുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ നാളുകളിലൊക്കെ ആ അനുഭവങ്ങളൊക്കെ പറഞ്ഞാൽ ഹൃദയത്തിൽ ഒത്തിരി സന്തോഷമുണ്ട്. മ്യൂസിക് ഫീൽഡിൽ മക്കൾ നേടിയ നേട്ടങ്ങൾ അനുപമമാണ്. അപ്പോൾ എനിക്ക് ഈ ഇടയ്ക്ക് ഒരു വലിയ അനുഗ്രഹം നമ്മുടെ മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷനിലുണ്ടായത്, ജോസി വിറ്റി, അദ്ദേഹം ആലപ്പുഴക്കാരനാണ്, അതുല്യനായൊരു കലാകാരനാണ്. വിൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം, ലൈക്ക് സാക്സഫോൺ, ഫ്ലൂട്ട്, ക്ലാർനെറ്റ്, സോപ്രാനോ, അങ്ങനെയൊക്കെയുള്ള എല്ലാ ഇൻസ്ട്രുമെൻസും അതിഗംഭീരമായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളാണ്. പ്രായമേറി വീട്ടിൽ വിശ്രമ സമയമാണ്. നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന 2 സാക്സഫോൺ നന്നാക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. അദ്ദേഹം അത് നിമിഷ നേരം കൊണ്ട് നന്നാക്കി വീണ്ടും അത് ഉപയോഗിക്കാൻ പാകത്തിന് നമുക്ക് തന്നു. അങ്ങനെ ഞങ്ങൾ തമ്മിലൊരു നല്ല സൗഹൃദമായി. അതിനുശേഷം പല ആവശ്യങ്ങൾക്ക് അദ്ദേഹത്തെ വിളിക്കുകയും അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് പങ്കുവെച്ച് തരികയും ഇവിടെ കുഞ്ഞുങ്ങളുടെ പെർഫോമൻസിന് അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തപ്പോൾ നമ്മുടെ ഹോമിനോടും നമ്മുടെ കുഞ്ഞുങ്ങളോടും ഒരു അതിരറ്റ വാത്സല്യവും സ്നേഹവും അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹം ഇങ്ങോട്ട് ഓഫർ ചെയ്തു, ജോഷി, ഞാൻ വെറുതെ എൻ്റെ വീട്ടിലിരിക്കുകയാണ്, പ്രോഗ്രാം ഇല്ലാത്ത സമയങ്ങളിലൊക്കെ ഞാൻ വെറുതെ എൻ്റെ സമയം കളയാണ്, അവിടെ മക്കൾക്ക് ഉപകരിക്കുമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അവിടെ വന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാം. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 2 മാസമായിട്ട് 14 ദിവസം വീതം 2 മാസവും അദ്ദേഹം കുഞ്ഞുങ്ങളുടെ കൂടെ, ആദർശ് ബോയ്സ് മുതൽ കുഞ്ഞുങ്ങളോട് കൂടെ നിന്ന് കുഞ്ഞുങ്ങളെ ഇപ്പോൾ സാക്സഫോണും ഫ്ലൂട്ടും ക്ലാർനെറ്റും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ ഒരു 8 വർഷം മുമ്പ് 7 ക്ലാർനെറ്റ് മേടിച്ച് പെട്ടിയിൽ വെച്ചതല്ലാതെ അതൊന്ന് അഭ്യസിപ്പിക്കാനോ പിള്ളേരെ പഠിപ്പിക്കാനോ സാധിച്ചിരുന്നില്ല. അങ്ങനെ ഈ 8 ക്ലാർനെറ്റ് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ 7 ക്ലാർനെറ്റ് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം അതെല്ലാം എടുത്ത് അതിൻ്റെ തുരുമ്പെല്ലാം കളഞ്ഞ് വീണ്ടും അത് ഉപയോഗപ്രദമാക്കി. ഇപ്പോൾ കുഞ്ഞുങ്ങൾ 7 പേർ അതിൽ പ്രാക്ടീസ് ചെയ്യണ കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം. എന്തായാലും ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്, അദ്ദേഹത്തിൻ്റെ സന്മനസ്സ്, അദ്ദേഹത്തിൻ്റെ ആ സുമനസ്സ് കുഞ്ഞുങ്ങൾക്ക് പങ്കുവെച്ചു കൊടുത്തപ്പോൾ ആ പിള്ളേരിലുണ്ടായിട്ടുള്ളൊരു മാറ്റം, പൈതൃകമായൊരു വാത്സല്യത്തോടെ നിസ്വാർത്ഥമായി ഒന്നും പ്രതീക്ഷിക്കാതെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അദ്ദേഹം തന്നെ സമർപ്പിച്ചപ്പോൾ ആ അന്തരീക്ഷത്തിൽ തന്നെ ഞങ്ങളുടെ ആദർശ് ബോയ്സ് ഹോമിലുണ്ടായിട്ടുള്ള ഒരു പോസിറ്റീവ് വൈബ് അത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തിടത്തോളമാണ്. അപ്പം അങ്ങനെ ആദ്യത്തെ 14 ദിവസം ഞങ്ങൾ കുഞ്ഞുങ്ങളെ ഈ ഉപകരണങ്ങളെല്ലാം അഭ്യസിപ്പിച്ചിട്ട് 14 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രോഗ്രാം ഉണ്ടായതുകൊണ്ട് തിരിച്ച് ആലപ്പുഴയ്ക്ക് പോകേണ്ടതുകൊണ്ട് ഞാൻ തിരിച്ചു വിടാനായിട്ട് അദ്ദേഹത്തെ യാത്രയാക്കാനായിട്ട് വന്ന് 14 ദിവസം നമ്മുടെ കൂടെ കഠിനാധ്വാനം ചെയ്തതാണല്ലോ എന്നോർത്ത് ഞാനൊരു 10,000 രൂപ അദ്ദേഹത്തിന്, ഫീസൊന്നുമല്ല, അദ്ദേഹം ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല നമ്മുടെ അടുത്തേക്ക് വന്ന് നിൽക്കുകയാണ്, എന്നാലും നമ്മുടെ ഒരു മനസ്സമാധാനത്തിന് സന്തോഷത്തിന് ഒരു 10,000 രൂപ ഞാൻ അദ്ദേഹത്തിന് റെമ്യൂണറേഷനോ ഗിഫ്റ്റായിട്ട് നോക്കിയാനായിട്ട് കൊടുത്തു. ഒരു സമ്മാനം, ഒരു സ്നേഹ സമ്മാനം പോലെ, ഒരു പ്രതിനന്ദിയായിട്ട് ഞാൻ കൊടുത്തതാണ്. അപ്പോൾ അദ്ദേഹം അതെൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് അദ്ദേഹം കട്ടിലിരുന്നിട്ട് കയ്യിലത് മേടിച്ചിട്ട് ഇങ്ങനെ എണ്ണിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത്, ദൈവമിനി ഞാൻ കൊടുത്തത് കുറവായി പോയോ എന്നൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എൻ്റെ കയ്യിലേക്ക് 5,000 രൂപ തിരിച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ, മക്കൾക്ക് വേണ്ടി ആ കരി വാങ്ങിക്കുക.
എനിക്കത് ധാരാളം മതി. പ്രിയമുള്ളവരെ, സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ എനിക്ക് ഏങ്ങലടിച്ച് ഞാൻ കരഞ്ഞു സന്തോഷം കൊണ്ട്. കാരണം നമ്മുടെ മനസ്സോട് ചേർന്ന് ഈ നിരാലംബപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങൾക്ക് തന്നെ സമർപ്പിക്കാൻ നിഷ്കളങ്കമായ ഹൃദയത്തോടെ വന്ന് കുഞ്ഞുങ്ങളുടെ കൂടെ ഇരുന്ന് പഠിപ്പിക്കുന്ന ഒരു വന്യവയോധികൻ, അദ്ദേഹത്തിൻ്റെ ആ നന്മ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സുഖം, എനിക്കറിയാം നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലും ഒരു സുഖം ലഭിക്കുമെന്ന് എനിക്കറിയാം. കാരണം നമ്മുടെ ഒക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ തനതായിട്ടുള്ളതും സർഗാത്മകമായിട്ടുള്ളതും ദൈവിക ദാനമായിട്ടുള്ളതും തീർച്ചയായിട്ടും ഈ നന്മ ചെയ്യണം, മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യണം എന്നുള്ള ആ ഒരു പ്രതിപത്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അനുഭവം എന്നെ സംബന്ധിച്ച് വീണ്ടും ഒരു കൂടുതൽ നന്മ ചെയ്യാനുള്ളൊരു ആവേശമായിട്ട് മാറി. നിങ്ങൾക്കും ഇത് അങ്ങനെ ആകട്ടെ എന്ന ആശംസകളോടെ നാളിതുവരെ ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.